ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് കാര്യത്തില് കേരളത്തിന്റെ പൊതുസമൂഹം അദ്ദേഹത്തിന്റെ കൂടെ ആയിരിക്കും. അത് ഒരുപക്ഷെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് ഡോക്ടർമാര്, നഴ്സുമാര് ഒക്കെ അവരൊരു ട്രാൻസ്ഫറോ അച്ചടക്ക നടപടിയോ പ്രതീക്ഷിച്ച് സത്യം തുറന്നു പറഞ്ഞെന്ന് വരില്ല. എന്തായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പരസ്യം കൊടുത്തിട്ട് കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കൂടി മാത്രമല്ല, ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ ഒരു കാലഘട്ടങ്ങളിൽ ചെയ്ത ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ ആശുപത്രി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് പഴയ പേരിൽ അറിയപ്പെട്ട മിഷൻ ആശുപത്രികളുടെ പേരിന്റെ മുന്നിൽ ആ മിഷൻ എന്നുള്ളത് അങ്ങ് കളഞ്ഞു. കളഞ്ഞിട്ട് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നൊക്കെ മാറ്റി അവിടെ വലിയ ചൂഷണം നടക്കുമ്പം ആകെ ആശ്രയം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളായിരുന്നു പാവപ്പെട്ട ആളുകൾക്ക്. അവിടെ പോലും അവർക്ക് വേണ്ട പഞ്ഞി മുതൽ സിറിഞ്ച് വരെ എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കേണ്ട ഒരു സ്ഥിതിയിൽ ഈ പറയുന്ന കേരളം എങ്ങനെ നമ്പർ 1 ആകും? മാത്രവുമല്ല, ഇവർക്കാർക്കും ഈ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ നമ്മുടെ നിയമസഭാ സാമാജികർക്കോ മന്ത്രിമാർക്കോ മുൻ മന്ത്രിമാരുടോ എല്ലാം അവരുടെ മുഴുവൻ ചികിത്സാ ചെലവ് പ്രൈവറ്റ് ആശുപത്രികളിൽ നടത്തിയിട്ട് അതിന്റെ ബില്ല് അന്നേ ദിവസം അല്ലെ പിറ്റേ ദിവസം മാറിയെടുക്കുന്നത് കൊണ്ട് ഇവർക്കാർക്കും ഇതിന്റെ ഒരു ബുദ്ധിമുട്ടോ ഇതിന്റെ ദുരിതം ഇതിന്റെ സാമ്പത്തിക ബാധ്യത അറിയാൻ കഴിയില്ല. അപ്പം എന്തായാലും ഈ ഡോക്ടറെ ആക്കിയാൽ കേരളത്തിന്റെ പൊതുസമൂഹം അതിനുള്ള തിരിച്ചടി ഇവർക്ക് നൽകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ആ ഡോക്ടറോട് വൈദ്യനിദാന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ. അല്ലെങ്കിൽ അവിടെ മെഡിസിൻ മരുന്നുണ്ടായിട്ടാണ് അദ്ദേഹം ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കരുതാം. ഇതങ്ങനെയല്ലല്ലോ. കേരളത്തിലെ രോഗികൾ അനുഭവിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്ന ഡിജോ കാപ്പൻ സംസാരിച്ച അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സത്യം തുറന്നു പറയാനുള്ള ധൈര്യം ഡോക്ടർ ഹാരിസ് ചിറക്കൽ കാണിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുകയല്ല വേണ്ടത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, 364 ദിവസത്തിൽ 360 ദിവസവും താൻ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും തന്റെ മേൽനോട്ടത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ഡോക്ടറാണ്, ഒരു വകുപ്പ് മേധാവിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ.